അല്ല ശ്രീ ഹാഷ്മി, ഡീൻ എന്ന് പറയുന്ന നാരായണൻ എന്ന് പറയുന്ന പോഴനും വാഴയുമായ വ്യക്തിയെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ചിയേഴ്സ് വിത്ത് SFI എന്ന് പറയുന്ന ബന്ധമാണ് നാരായണൻ എന്ന് പറയുന്ന ആ മുതുവാഴയും ഈ പറയുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. പുരുഷന്മാരെ മൊത്തം SFI-ക്കാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് പെഡലേഴ്സ്, ഏറ്റവും വലിയ ഡ്രഗ് കാരിയേഴ്സ്. ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയുന്നത്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസത്തിലൂടെ അല്ല, ഒന്ന് ലഹരിയിലൂടെ. All the dreams like twinkle stars, the twinkle stars like glowing gems. രണ്ടാ കൊടി, ആ വൃത്തികെട്ട കൊടി കെട്ടുന്ന കമ്പിലൂടെ ആ കമ്പ് വെച്ചിട്ട് ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ആ ഭയത്തിലാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നിരുന്ന് ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസമാണല്ലോ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി. അയാൾക്കൊക്കെ നാണമുണ്ടോ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പോടാ. രാജീവിനെ പോലുള്ള മന്ത്രിമാർ, പഴയകാല SFI-യുടെ നേതാക്കന്മാർ, ഏറ്റവും മിനിമംമാരൊക്കെ അന്തസ്സോടെ വാമൂടിയിരുന്നൂടെ? ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ഇവരാരാണ് കേരളത്തിൽ റാഗിങ്ങും സദാചാര ഗുണ്ടായുസവും കാണിക്കാൻ ഈ തെമ്മാടി കൂട്ടമായ SFI-ക്ക് ഈ നാട്ടിൽ ആരാ ലൈസൻസ് കൊടുത്തത്? ഈ അഫ്സൽ ഇന്ന് ഒരു പരാതി നിങ്ങളുടെ സൈബർ ഹാൻഡിൽ ഗ്രൂപ്പുകളിൽ ആദ്യ ദിവസം ഇല്ലാതിരുന്ന ക്യാപ്സ്യൂൾ എന്ന മട്ടിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ, സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? അഫ്സൽ കൊല്ലുന്ന ദിവസം തന്നെ പരാതി കൊടുക്കുക, ആ പരാതി ഇട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുക, ഒന്നിട്ടും മതിയാവുന്നില്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. SFI സംസ്ഥാന കമ്മിറ്റിയും SFI-യുടെ യൂണിറ്റ് കമ്മിറ്റിയും യോഗം ചേർന്ന് ഒരാളെ വകവരുത്താൻ വേണ്ടി തീരുമാനിച്ചു എന്ന കണക്കാണ് സംസാരിക്കുന്നത്. SFI-യുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്, SFI-യുടെ യൂണിയന്റെ അധ്യക്ഷനാണ്, SFI-യുടെ പ്രധാന പ്രവർത്തകനാണ്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പൂക്കോട്ടെ നിങ്ങളുടെ സംഘടനാ നേതൃത്വം കട്ടച്ചോരയിൽ കൈമുക്കി നിൽക്കുകയാണ്. അഫ്സൽ ന്യായീകരിക്കല്ലേ, തള്ളിപ്പാ അവരെ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? SFI സംസ്ഥാന കമ്മിറ്റി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം ദൗർഭാഗ്യകരമാണ്, അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, അപരാധമാണ്. അത് SFI സംസ്ഥാന കമ്മിറ്റി പറഞ്ഞാണ്. എന്നാ പിന്നെ പേടിക്കണ്ട. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് SFI-യുടെ വേട്ടയാണെന്നും ഇടതുപക്ഷത്തെ വേട്ടയാണെന്നുള്ള മാധ്യമങ്ങളുടെയും കോൺഗ്രസിന്റെയും BJP-യുടെയും ഒരു പാം 22-കാരനെ നിങ്ങളുടെ നേതാക്കൾ ക്യാമ്പസിലിട്ട് നശിപ്പിച്ച് കൊന്നിട്ട് ന്യായീകരിക്കുകയാണോ അഫ്സലെ? ഒന്ന് വിളിച്ചോണ്ട് പോടോ. എന്ത് നിഖിൽപൈലി ഉത്തരം കിട്ടുമോ? നിഖിൽപൈലിയോ? കൈ വെച്ചാ മതി, അതൊന്ന് കൈ വെക്ക്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? 18-ന് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിദ്ധാർത്ഥൻ മരിക്കുന്നു എന്നറിഞ്ഞ് ഒരു കള്ളപ്പരാതി കോളേജിൽ കൊണ്ടുകൊടുത്തു അല്ലേ? ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത്? എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഒരു കള്ളപ്പരാതി കോളേജിൽ കൊണ്ടുകൊടുത്തു അല്ലേ? പെൺകുട്ടി കൊടുത്ത പരാതി വ്യാജമാണോ അല്ലയോ ഞങ്ങൾക്കറിയില്ല. സംശയമൊന്നുമില്ലല്ലേ? 18-ാം തീയതി കോളേജിൽ കൊണ്ട് പരാതി കൊടുക്കുന്നുണ്ട്. 18-ാം തീയതി ഞായറാഴ്ചയാ. ഞായറാഴ്ച ഏത് കോളേജോ തുറന്നു വെച്ചിരിക്കുന്നു? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. നിങ്ങളൊക്കെ ഒരു നെക്സസ് ആണ് അഫ്സലെ, നെക്സസ് ആണ്. 100% ഞാൻ യോജിക്കുന്നു. ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിട്ട് ഇവന്റെയൊക്കെ ഈ കൊണവധികാരം കേട്ടോണ്ടിരിക്കണോ ശ്രീ ഹാഷ്മി? നമ്മള് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. സംഘടനാ നേതൃത്വം ഒരു 22-കാരനെ തല്ലിക്കൊന്ന കഥ പറ. നിങ്ങൾ ഇറങ്ങിയെന്ന് പോകുന്നേ. കാണമില്ലടാ നിനക്കൊക്കെ. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഇയാൾ ചർച്ചക്കില്ലെങ്കിൽ ചർച്ച നടക്കില്ലേ? എന്ത് ചർച്ചയാ? ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ട് ഞാൻ ചർച്ചക്കില്ല പോലും. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇയാളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആർക്കാ നിർബന്ധം? ഇറങ്ങി പോണം. ഹേ, കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഞാൻ ചർച്ചക്കില്ല, ഇറങ്ങി പോണം. ഈ മാതിരി ഉളുപ്പില്ല ന്യായീകരണം പറയാതിരിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.